നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തകർന്നടിഞ്ഞ ഗാസയിൽ ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ജനത തങ്ങളുടെ രക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ഹമാസിനെതിരെ രംഗത്ത്. വടക്കൻ ഗാസയിൽ നടന്ന ഹമാസ് വിരുദ്ധ പ്രകടനം പലസ്തീൻ ജനതയുടെ അടക്കിവെച്ചിരുന്ന പ്രതിഷേധത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ്. ഹമാസിനെതിരെ ചില്ലറ മുറുമുറുപ്പുകളിൽ നിന്ന് ഇസ്രയേൽ ആക്രമണത്തിന്റെ ഉത്തരവാദികൾ എന്ന് വിളിച്ചു പറയുന്ന രോദനങ്ങൾ പലസ്തീനികളിൽ നിന്ന് ഉയരുന്നത് ഒറ്റപ്പെട്ടതാണോ? ഹമാസ് ഔട്ട് എന്നുറക്കെ പറയുന്ന ഗാസയിലെ പലസ്തീൻകാരെ ആയുധങ്ങൾ കൊണ്ട് അടിച്ചമർത്തുന്ന ഹമാസിനെയാണ് കാണുന്നത്. പലസ്തീൻ അധിനിവേശ പോരാട്ടത്തിനൊപ്പം ഹമാസിനെയും ചേർത്ത് സഹതപിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പോ ഗാസയിലെ പ്രകടനം. കേരളത്തിൽ പോലും ഹമാസ് നേതാക്കളെ പോരാളികൾ എന്ന് പറഞ്ഞ് ആദരിക്കുമ്പോൾ ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആ അനുഭവം തോന്നാത്തതിൽ അത്ഭുതമുണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, അമേരിക്കയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ശ്രീ സജിമോൻ ആന്റണി, യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഗാസയിൽ പലസ്തീനികൾ ഹമാസിനെതിരെ രംഗത്ത് വന്ന കാഴ്ച അത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇത് പ്രതീക്ഷ ഒന്നാണോ? ഇതിനു മുൻപും ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ പരസ്യമായി ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനം ഗാസയിൽ കണ്ടിട്ടുണ്ടോ? ഇതം പ്രഥമമായിട്ടാണ് ഹമാസിനെതിരെ ഗാസയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പലസ്തീനിയൻ യുവാക്കൾ മുദ്രാവാക്യം മുഴക്കുന്നതും ഹമാസ് പുറത്തു പോകണം, ഹമാസ് ഔട്ട് എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ചെറിയ തോതിലുള്ള മുറുമുറുപ്പുകൾ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നത്, വളരെ വലിയ തോതിൽ വരുന്നത് ഇപ്പോഴാണ്. ഇതിന് പിന്നിൽ ഇതൊരു ഇതംപ്രഥമമായി ആണെന്ന് പറയുമ്പോൾ, അത് മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് ജൈവികമായ ഒരു പ്രതികരണമാണോ അതോ ഓർക്കസ്ട്രേറ്റഡായ ഒരു മൂവാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇനി ജൈവികമായി എന്ന് പറയുമ്പോൾ പലസ്തീൻ ജനത സ്വന്തം ഇഷ്ടത്തോടു കൂടി അതിൽ ഈ പലസ്തീൻ ജനതയിൽ ഭൂരിഭാഗവും അതിൽ പങ്കാളികളായിക്കൊണ്ടുള്ളതൊന്നാണോ എന്ന് താങ്കൾ സംശയിക്കുകയാണ് അല്ലേ? അവരുടെ ജീവിതം മടുത്തിരിക്കുന്നു. അതായത് 23 ലക്ഷം പേരുണ്ടായിരുന്ന ഗാസയിൽ ഇന്ന് 22 ലക്ഷത്തിൽ പരം ആളുകളെ ഉള്ളൂ. ഒരു 62,000 പേരോളം ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ കാണാതായി. പിന്നെ 1.25 ലക്ഷത്തോളം പേര് അംഗഭംഗം വന്ന് വലിയ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു ജനതയുമല്ല അവിടെ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുകയാണ്, സപ്ലൈസ് എത്തുന്നില്ല. ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അതിനെ ഗാസ എന്ന് വിളിക്കാം. അപ്പം ഒരു പരിധി കഴിയുമ്പോൾ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും എല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. തങ്ങൾക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചത് ഇസ്രയേൽ മാത്രമല്ല, മറിച്ച് ഗാസയുടെ സംരക്ഷകരെന്ന് ഭരണകൂടമെന്ന് അഭിമാനിച്ചിരുന്ന ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമിച്ചതും, ഹമാസ് ഇസ്രയേലിൻ്റെ 100-200ഓളം പേരെ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ചത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമില്ലേ? നമുക്കൊരു ഹെലൻ ഓഫ് ട്രോയ് കഥയിൽ നമുക്ക് അറിയാമല്ലോ, ഈ ട്രോയ് നഗരം നശിക്കാനുള്ള കാരണം അതൊരു രാജകുമാരിയെ തട്ടിക്കൊണ്ട് വന്ന് കോട്ടയ്ക്കകത്ത് പാർപ്പിച്ചു, അതാണ് ആക്രമണത്തിന് കാരണമായി എന്ന് പറഞ്ഞതുപോലെ ഈ ബന്ദികളെ ഇവിടെ കൊണ്ടുവന്നത് വലിയ ഊരാക്കുടുക്കായി മാറി. അതിന് ജീവനുകൾ 50,000-ൽ പരം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു വീണത് യുദ്ധത്തിൽ. അത് 17,000-ഓളം പേര് സ്ത്രീകളോ കുട്ടികളോ ആണ്. പക്ഷേ ഇതുവരെ പലസ്തീൻ ജനത ഇപ്പോൾ ഈ പ്രകടനം നടത്തിയത് ഇതംപ്രഥമമായിട്ടാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ പലസ്തീൻ ജനത ഹമാസിനൊപ്പമായിരുന്നല്ലോ, അതോ അടിച്ചമർത്തൽ നേരിടുകയായിരുന്നു അവർ എന്ന സംശയമാണല്ലോ. കാരണം അങ്ങനെ എന്തെങ്കിലും മുറുമുറുപ്പുകൾ പരസ്യമായിട്ട് വന്നിരുന്നുവെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ഒരു അടിമത്ത മനോഭാവം ഉണ്ടായിരുന്നു പലസ്തീൻ ജനതയ്ക്ക്. അതുകൊണ്ടാണോ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരുന്നത്? അത് മാത്രമല്ല, താങ്കൾ മറ്റൊരു കാര്യം കൂടി പറയുവാൻ വന്നു, ഇത് ജൈവികമായിട്ടുള്ളതാണോ എന്ന് സംശയിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണയാൽ ഉണ്ടായതായി എന്നാണല്ലോ. അപ്പോൾ അത് താങ്കൾ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിന് നേരെയാണല്ലോ. അതാണ് രണ്ടാമത്തെ ഭാഗം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജൈവികമായി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. പക്ഷേ ആ സാധ്യതയെ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതാണ് ഗാസയുടെ ജനങ്ങളുടെ പ്രതിനിധികളാണ് ഹമാസ് എന്ന് പറയുന്നു. പക്ഷേ അവസാനം തെരഞ്ഞെടുപ്പ് നടന്നത് 2006-ലാണ്. 2006-ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് 2025-ലും ഹമാസ് അനുഭവിക്കുന്നത്. പീരിയോഡിക്കായ ഇലക്ഷൻ, ഭരണമാറ്റം എന്നിവ ഗാസ ജനങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ
ഗാസ ജനതയുടെ അംഗീകാരം ഹമാസിന് പൂർണ്ണമായി ഉണ്ട് എന്ന് കൃത്യമായി പറയാനാവില്ല. ഒരു ജനാധിപത്യ പ്രക്രിയ ഇല്ലാതെ എങ്ങനെയാണ് ഹമാസിൻ്റെ പോപ്പുലാരിറ്റി അളക്കുക? അതുമാത്രമല്ല, ഹമാസിൻ്റെ കയ്യിൽ തോക്കുകളുണ്ട്, ആയുധങ്ങളുണ്ട്, എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വിൽ പവറുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും ഹമാസിനെതിരെ ഗാസയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, ആത്മഹത്യാപരമായിരിക്കും എന്ന തിരിച്ചറിവിൽ ഏത് തീവ്ര സംഘടനയും അങ്ങനെ തന്നെയാണ്. അവരുടെ ആ ചുറ്റുപാടുമുള്ള ജനങ്ങളെ അവർക്കെതിരെ പ്രതികരിക്കാൻ ഒരു സംഘടനയും ചരിത്രത്തിൽ താങ്കളുടെ നിലപാടിൽ ഈ ഇസ്രായേലിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇസ്രായേൽ പിന്നെ മറുവശത്തെ തുല്യ സാധ്യത മറുവശത്തുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വെർട്ടിക്കലി ഡിവൈഡഡ്. മറുവശത്തെ ഇസ്രായേലിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഒരു പദ്ധതി അനുസരിച്ച് റിവേറെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി, ഇവിടെ ജീവിതം ദുസ്സഹമാണ്, ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാസയിലെ ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോകും എന്നത് ഒരാഗ്രഹം. അത് കേവലം സ്വപ്നമാകാനേ സാധ്യതയുള്ളൂ. ഈ പ്രതിഷേധിക്കുന്ന ജനം പോലും ഞങ്ങൾ ഗാസ വിട്ടു പൊയ്ക്കൊള്ളാം, ഹമാസ് പോകണമെന്നേ പറയുന്നുള്ളൂ, ഞങ്ങൾ പൊയ്ക്കൊള്ളാം, ഗാസയിലെ ജനം ഒഴിഞ്ഞു പോകാമെന്ന് അവർ പറയുന്നില്ല. ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാകാം ഏറ്റവും നല്ല മാർഗം, ലോകത്തിന് മുമ്പിൽ ഈ വിഷയം ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആഭ്യന്തരമായി ഗാസയുടെ ജനങ്ങളെ ഹമാസ് അടിച്ചമർത്തി ഭരിക്കുകയാണ്. അവർക്ക് ദുരിതം കൊണ്ടുവന്നത് ഹമാസാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ക്യാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ നട്ട് നനച്ച് വളർത്തുന്ന ഒരു സമാന്തര സംവിധാനമുണ്ടോ? കാരണം കഴിഞ്ഞ 1.25 വർഷമായി ഇസ്രായേലിന് സൈനിക സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ കുറച്ച് പേരെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് ഊഹിക്കാനേ പറ്റും. ഗാസയുടെ മണ്ണിൽ ചെന്ന് ഈ ഇസ്രായേൽ അന്യ സൈന്യം ചെന്ന് അവിടുത്തെ ജനങ്ങളെ, യുവജനങ്ങളെ വശീകരിച്ച് അവരെ ഹമാസിനെതിരെ തിരിക്കുന്നത് എത്രത്തോളം സ്വാഭാവികമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ ആരോപണമായി മറുപക്ഷത്ത് വന്നേക്കാം. ഇതുവരെ കാര്യമായി കൃത്യമായ കാര്യങ്ങൾ വന്നിട്ടില്ല. മാത്രമല്ല ഹമാസിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഈ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായ സമയത്ത് ഇന്ത്യ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. അത് ഹമാസിനെതിരെയുള്ള നിലപാടായിരുന്നു. പക്ഷേ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ രീതിയിൽ ഇന്ത്യയിൽ വിമർശിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ഇടതു വലതു മുന്നണികൾ ഇന്ത്യ ഈ രാജ്യത്തിൻ്റെ നിലപാടിനെതിരെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതിൽ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന രീതിയിലായിരുന്നു ചിത്രീകരിക്കപ്പെട്ടത്. അതുമാത്രമല്ല, കേരളത്തിൽ പോലും ഈ ഹമാസ് നേതാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങൾ പോലും നടന്നതാണ്. ഈ അടുത്ത ദിവസം കോഴിക്കോട് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചത്. എങ്കിൽ പോലും അവിടെ ഹമാസിനെ തള്ളി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇവിടെ ഏത് ജനതയ്ക്ക് വേണ്ടിയാണോ ഹമാസ് നിന്നിരുന്നത്, ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി, പലസ്തീൻകാർക്ക് വേണ്ടി, അവർ തന്നെ ഇപ്പോൾ ഹമാസിനെ തള്ളിപ്പറയുന്ന കാഴ്ചയല്ലേ കാണുന്നത്. ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞപ്പോൾ അത് ജൈവികമായി സ്വയം തോന്നി ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ചിലപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രേരണ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? ശ്രീ മഞ്ജുഷ്, ഇതിൽ ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇതുവരെ പറയപ്പെട്ടിരുന്നത് 2006-2007 പീരീഡ് മുതൽ ഇങ്ങോട്ട് ഗാസ സ്ട്രിപ്പിലുള്ള ജനാധിപത്യമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള മാൻഡേറ്റ് കിട്ടിയിരിക്കുന്ന ഗ്രൂപ്പാണ്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഹമാസ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവാണ്. കേരളത്തിലധികം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമുള്ള ഒരു ഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഒക്കെ തന്നെ ഇവരെ പ്രകീർത്തിച്ച് അല്ലെങ്കിൽ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇതുവരെ സംസാരിച്ചത്. അത് സത്യമായിരുന്നുവെങ്കിൽ ഈ ജനത മൊത്തം അവരോടൊപ്പം നിൽക്കണമായിരുന്നു. ഒന്നാമത്തെ കാര്യം, അനുസ്യൂതമായിട്ട് പെർപെച്വലായിട്ട് ഒരു ജനാധിപത്യ അധികാരം എന്ന രീതിയിലത്തേക്ക് ഗാസയിലുള്ള ജനങ്ങൾ ഹമാസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമേ ആയിരുന്നില്ല 2006-2007 മാൻഡേറ്റ്. അപ്പോൾ അതിൽ പിന്നീട് അവിടെ ജനാധിപത്യ പ്രക്രിയ നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ജനാധിപത്യ ക്രമം അത് റീസെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ നടത്തുന്നതിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഒരു സമയത്ത് പോലും ഹമാസ് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പണ്ട് കിട്ടിയിരിക്കുന്ന ഒരു അധികാരം 18 വർഷങ്ങൾക്ക് ശേഷവും അതേ പ്രവിശ്യയിലെ സമഗ്ര ആധിപത്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യപരമെന്നല്ല, ജനാധിപത്യ വിരുദ്ധം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊന്ന്. രണ്ട്, ഇതുവരെ പറയപ്പെട്ടിരുന്നത് പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന, അതിനെ പ്രതിനിധീകരിക്കുന്ന ഓർഗനൈസേഷനാണ് ഹമാസ് എന്ന രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ അവിടെ തെരുവിലിറങ്ങിയിരിക്കുന്ന 1000-ഓളം വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ പറയുന്നത് ഹമാസ് ഔട്ട് എന്നാണ്. അതായത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം, നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോകൂ
എന്നാണ് അവർ പറയുന്നത്. അത് ഒരു പ്രവിശ്യയിൽ മാത്രമല്ല, നോർത്തേൺ ഗാസ സ്ട്രിപ്പിലുള്ള ബെയ്ത്ത് ലാഹിയ പോലെയുള്ള പ്രദേശങ്ങളിൽ, ജബാലിയ റെഫ്യൂജി ക്യാമ്പിൽ, ദേർ അൽ ബല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ പ്രകടനവുമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വടക്കൻ ഗാസ പോലെയുള്ള പ്രദേശങ്ങളിൽ തന്നെ അവിടെയുള്ള ആൾക്കാർ ഈ പ്രൊട്ടസ്റ്റിന് വരുമ്പോൾ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, ശ്രീ മഞ്ജുഷ തന്നെ പറഞ്ഞതുപോലെ ഹമാസ് ഔട്ട് എന്നാണ്. രണ്ടാമത്തേത് ഞങ്ങൾക്ക് ജീവിക്കണം എന്നാണ്, വി വോണ്ട് ടു ലിവ് എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത്തേത് എൻഡ് ദ വാർസ്, യുദ്ധം അവസാനിപ്പിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ ഹമാസ് ഇവരുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, അതൊരു ഭീകരവാദ സംഘടനയാണ് എന്ന രീതിയിലത്തേക്കാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടത് ഹമാസിനല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കാണ്. കാരണം ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന രീതിയിലത്തേക്കാണോ ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാകുന്നത്, ആ ആൾക്കാർ തന്നെ പുറത്തു വന്ന് പറയുകയാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന്. ഇനി രണ്ടാമത് മഞ്ജുഷ് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഭാഗം, അതായത് ഓർഗാനിക് ആണോ അല്ലയോ, ജൈവികമായിട്ടാണോ അല്ലയോ, ഞാൻ മനസ്സിലാക്കുന്നത് ജൈവികമായിട്ടാണ്, ഓർഗാനിക് ആയിട്ടാണ് എന്നാണ്. കാരണം ഒന്ന്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജനവാസ പ്രദേശങ്ങളിലടക്കം വലിയ കൺട്രോൾ ഈ ഗാസയിൽ ഹമാസിനുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെ ആൾക്കാരെ കൺവേർട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ കണ്ണു വെട്ടിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ എത്തുകയും അവരുടെ സ്വന്തം ജീവൻ റിസ്ക് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ടൊക്കെ സജ്ജരാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അതിന് കമ്മ്യൂണിക്കേഷൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇവരുടെ ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് പൂർണ്ണമായിട്ട് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു പ്രവിശ്യയാണ് എന്നതുകൊണ്ട് തന്നെ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന രീതിയിലത്തേക്ക് മുന്നോട്ട് കാണാൻ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് ഇനി ബാക്കിയുള്ളത്? ഒന്നുമില്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവൻ ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണമോ വെള്ളമോ, സത്യമായി സമാധാനമായി കിടന്നുറങ്ങാൻ, ഓരോ ദിവസവും കിടന്നുറങ്ങാൻ ഒരു കൂരയോ പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചതിന് ശേഷം അതിശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമയത്ത് സിവിലിയൻ മേഖലകളിൽ കൂടി, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ മേഖലകളിൽ കൂടി ഹമാസ് നേതാക്കൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ അവർ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിഷേധത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എത്ര കുടുംബാംഗങ്ങൾ നാളത്തെ പകൽ കാണും എന്ന കാര്യത്തിൽ പോലും അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ജൈവികമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളില്ലാത്ത, കുടുംബത്തിൽ ആരൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ കൂടെ ഉണ്ടാകും എന്ന രീതിയിൽ പ്രതീക്ഷയില്ലാത്ത, ഇനി അഥവാ ഈ യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും അവരുടെ ഭാവി എന്താണ്, അവരുടെ വരുമാന മാർഗം എങ്ങനെയാണ്, ഭക്ഷണം എവിടെ കഴിക്കും, എന്ന് ആ രാജ്യം റീബിൽഡ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിഷേധിച്ചാലും പരമാവധി ഉണ്ടാകുന്ന എന്താണ്? ഒരുപക്ഷെ നാളെ കാത്തിരിക്കുന്ന മരണം ഇന്ന് തന്നെ വന്നു എന്നിരിക്കും. അങ്ങനെയുള്ള ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ജൈവിക സ്വഭാവമാണ് കാണുന്നത്. ഒന്ന്, ആ ടെറൈൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവിടെയുള്ള ഹമാസിന്റെ സാന്നിധ്യം എന്നതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അവിടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തതിന് ശേഷം കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നതുകൊണ്ടും, പിന്നെ ഈ രീതിയിലത്തേക്കുള്ള പ്രതീക്ഷ അറ്റ ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്, മനുഷ്യരാണ് ആ രാജ്യത്ത് അവശേഷിക്കുന്നത് എന്നതുകൊണ്ട് അവരിപ്പോഴെങ്കിലും ഈ ഒരു പ്രതിഷേധം നടത്തിയാലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാതെ തന്നെ പോയിരിക്കുകയാണ്. അങ്ങേയറ്റം നിരാശയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം അവരുടെ താല്പര്യങ്ങളെയാണ് ഹമാസ് പ്രതിനിധീകരിച്ചിരുന്നത് എന്ന് പറയുന്ന ആ ഒരു നറേറ്റീവ് ഇവിടെ പൊളിയുന്നുണ്ട്. രണ്ട്, അവിടെയുള്ള ആൾക്കാർ തന്നെ സമാധാനം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട്. ഹമാസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല എന്നൊരു സന്ദേശമുണ്ട്. പാലസ്തീൻ കോസ് എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരടക്കം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയിരിക്കുന്ന പ്രാർത്ഥനാ രാവിലടക്കം പാലസ്തീൻ കോസ് എന്ന് പറയുന്നത് ഹമാസിന്റെ കോസ് തന്നെയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ പാലസ്തീനി ജനത പറയുന്നു പാലസ്തീൻ കോസ് എന്ന് പറയുന്നതും ഹമാസിന്റെ കോസ് എന്ന് പറയുന്നതും രണ്ടായി കാണണം. ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയം കൂടിയായിരുന്നു ഇത്. പലസ്തീൻ അധിനിവേശ പോരാട്ടം എന്ന് പറയുമ്പോൾ അതിനെ ഹമാസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഈ പോരാളികൾ എന്ന് പോലുമുള്ള വിശേഷണം കേരളത്തിൽ നിന്നുണ്ടായതും. പലയിടങ്ങളിലും ഈ പറയുന്ന പ്രാർത്ഥനാ യോഗം പോലെയുള്ളവ പലസ്തീന് വേണ്ടി നടത്തുമ്പോൾ ആ സമയത്ത് ഹമാസിനെ കൂടി അതിലേക്ക്, ഹമാസിന്റെ പേര് കൂടി അതിലേക്ക് കൊണ്ടുവന്നിരുന്നതും. അത് മാത്രമല്ല ഹമാസ് നേതാക്കൾക്ക് വലിയ ആഘോഷങ്ങളിൽ പോലും, ഇത് കണ്ടതാണ്, നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുമാണ്,
ആദരവ് നൽകിയിരുന്നു, അവരുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരുന്നു. അതും വലിയ രീതിയിൽ വിമർശന വിധേയമായി തന്നെ ചർച്ച ചെയ്തതുമാണ്. ശ്രീ സജിമോൻ ആന്റണി, എങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ? എന്തെങ്കിലും അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ? ഹമാസ് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ഇതേക്കുറിച്ച് നടത്തിയിട്ടില്ല എന്നറിയുന്നു. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അത് ഈ പലസ്തീൻ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മെനയുന്ന ചില നാടകങ്ങളാണ് എന്ന രീതിയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീജിത്ത്, ഈ 21ാം നൂറ്റാണ്ടില് ലോകത്ത് എവിടെയെങ്കിലും ഒരു ജീവിക്കുന്ന നരകമുണ്ടെങ്കിൽ അത് ഗാസയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അംഗീകരിക്കാം. അതിനകത്തൊരു തർക്കമുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1000 വർഷം പുറകോട്ട് പോയി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടും. 1000 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ആൻസർ കിട്ടും. പക്ഷെ അത് രണ്ടുമാണോ ആൻസർ? എന്താണ് അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു വിഷയം ജൈവികമായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് അവിടെ ഉണ്ടായതാണ്, അതിലൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാണ്. എനിക്ക് അതിനകത്ത് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനേ ഉള്ളൂ. ആ പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഇതാണ്, ചില സമയത്തൊക്കെ ഇതൊരു സ്ട്രാറ്റജിയുടെ പാർട്ടുമാകാം എന്നുള്ളതാണ്. ചില സമയത്ത് യുദ്ധകാര്യങ്ങളിലൊക്കെ ചില സമയത്ത് നമ്മൾ ചാവേറായിട്ട് കബഡി കളിക്കുമ്പോൾ ഒരാളെ അങ്ങ് കടത്തി വിട്ടിട്ട് മറ്റ് മറുഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഹസനവുമായിട്ട് ഇതിനെ കാണാം എന്നുള്ളൊരു കമന്റ് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ ഒരു അപ്രൈസിങ്ങിനെ നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം അതത് കാലങ്ങളിലെ സമയങ്ങളിൽ, അത് ഗാസയിൽ മാത്രമല്ല, നമ്മൾ സിറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഈവൻ സൗദി അറേബ്യയിൽ പോലും ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ പോളിസി അല്ലെങ്കിൽ ഒരു യുദ്ധമാണെങ്കിൽ ആ ഒരു പോളിസി എന്ന് പറയുമ്പോൾ 100% ആൾക്കാരുടെ ഒരു സപ്പോർട്ടിലല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഡേറ്റ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2024 വരെ, അല്ലെങ്കിൽ ഒരു യാസർ അറാഫത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു 1969 മുതൽ 2004 വരെ. അതിനുശേഷം 2007 തൊട്ട് ശ്രീജിത്ത് പറഞ്ഞു കൊടുക്കുക, 2007 തൊട്ട് 2025 വരെ ഈ 18 വർഷം നീണ്ട കാലത്തോളം ഹമാസ് ഭരിച്ചു. അന്ന് ഹമാസിന് ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മാൻഡേറ്റിനെ അവർ തന്നെ ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ, കഴിഞ്ഞ തവണ ഞാൻ സംസാരിച്ചു പോകണമെങ്കിൽ ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും 2 ഫോറിൻ പോളിസി ഉണ്ട് എന്ന്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി, അതിന്റെ ഒരു നരേറ്റീവിന് ചിലപ്പം അതിനെ വ്യത്യസ്തമായിട്ടായിരിക്കും കേരളത്തിൽ നിന്നുള്ളൊരു ഫോറിൻ പോളിസിയുടെ ഒരു നരേറ്റീവ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സംസാരം വരുന്നത്. അപ്പൊ ചില സമയത്തൊക്കെ നമുക്കൊക്കെ ഓരോ പക്ഷപാതങ്ങളുണ്ട്. എന്നാൽ അതിനെ അതിര് വിട്ടുകൊണ്ട് ബ്ലൈൻഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്രഹസനം തന്നെ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതിനൊരു പ്രത്യേകം വലിയൊരു ഷോക്കായിരുന്നു. ഒരു കഴിഞ്ഞ മാസം ഒരു തവണ ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പം തന്നെ കേരളത്തിൽ നിന്നൊരു നേതാവ് വന്നു കഴിഞ്ഞിട്ട് ഹൂറികളായിട്ട് ഇങ്ങനെ 1000 പേര് 10,000 പേര് മരിച്ച് സ്വർഗത്തിൽ കൂടെ നടക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ഒരു മലയാളിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പറ്റുന്നത്? നമുക്ക് തോന്നിപ്പോകും. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കും, നമുക്ക് ഇതും പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇതിനെ കാണുന്നത് ഇപ്പോൾ വേറൊരു വ്യത്യസ്തമായ ആംഗിളിലാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് വരുന്നതിന് മുമ്പുള്ള ഒരു പോളിസിയും ട്രംപ് ഇപ്പോൾ വന്നു കഴിഞ്ഞുള്ള ഒരു പോളിസിക്കും വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. കാതലായ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രായേലിനെ എഗീൻസ്റ്റോ അല്ലെ ഇസ്രായേലിന് ഫേവറായിട്ടോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹമാസിനെയും പാലസ്തീനെയും ആ ഒരു വിഷയത്തിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു മേജർ പോളിസി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ നിന്നിട്ട ഒരു ഐഡിയ, ഗാസയെ നമ്മൾ എടുത്തിട്ട് റീജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ആകുന്നില്ല, ഒരു ഐഡിയ ടോസ് ചെയ്തതിന്റെ പുറകിലുള്ള നയതന്ത്ര അല്ലെങ്കിൽ മിലിറ്ററി ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തുമാത്രം പ്രാവർത്തികമാണ് എന്നുള്ളത് അത് വ്യത്യസ്തമായ കാര്യമാണ്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. കാരണം ഏത് രാജ്യത്തിനാണെങ്കിലും ഏത് സ്റ്റേറ്റിനാണെങ്കിലും അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസും റൈറ്റും തീരുമാനിക്കാനുള്ള പരമാധികാരം ഉണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഒരു രാജ്യവും മറ്റുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടരുത് എന്നാണ്. എന്നാൽ അതൊരു ഫ്രഷ് തോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം ഈ വരുന്ന ഒരു അപ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ഒരു ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഹസനമായിരിക്കും. ചിലപ്പോൾ ഹമാസ് തന്നെ ഇസ്രായേലിനെ അല്ലെങ്കിൽ മറ്റാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തേത് ശ്രീജിത്ത് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വ്യത്യസ്തമായിട്ട് പറയുകയാണ്. കാരണം ഇന്നത്തെ ഒരു ആധുനിക ടെക്നോളജിയിൽ നമുക്ക് അവിടെ പെനിട്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് സമരം നടത്താനായിട്ട് ഫിസിക്കലി ചിലപ്പോൾ പറ്റില്ലായിരിക്കും. എന്നാൽ ഇത് പറയേണ്ട ഒരു കാര്യമാണ്, ആ ഏരിയയിലൊക്കെ കറപ്ഷൻ അല്ലെ അഴിമതി എന്ന് പറഞ്ഞത് വളരെയധികം ഉണ്ട്. ഇത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ പെനിട്രേഷൻ ചെയ്യാനോ അങ്ങനെയുള്ള
ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം ഉദാഹരണമാണ് ഇപ്പൊ ഈ ഓയിൽ പോലും കരിഞ്ചന്തയിൽ വിൽക്കുന്നു, ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു, അങ്ങനെയുള്ള ഒത്തിരി ന്യൂസുകൾ വരികയും ഒത്തിരി ട്രാജഡികളൊക്കെ നമ്മൾ തന്നെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഹമാസ് തന്നെ ആണെങ്കിൽ പോലും ആ ഭീകരവാദിയിൽ അതിനകത്ത് തന്നെ ചിലപ്പം ഇച്ചിരൂടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞു പോണെങ്കിൽ ജൈവികമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ബോംബ് വർഷം വന്നു. ഇപ്പം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 7 തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ 1.5 വർഷം കഴിഞ്ഞു. ആ ഒരു സമയങ്ങളിൽ എന്ത് നേടി, ആര് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 ആൾക്കാർ പലസ്തീനിലും മരിച്ചു. അതിൽ ഏകദേശം 20,000 അല്ലെ 25,000 ആണ് ഹമാസിന്റെ എസ്റ്റിമേറ്റ്. ആ 20,000 അല്ലെ 25,000 എസ്റ്റിമേറ്റ് ഇറ്റ്സ് കമ്മിങ് ഡൗൺ ടു 15,000 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം 5,000 തൊട്ട് 10,000 വരെ ഹമാസ് ആൾക്കാർ മരിച്ചു. എന്നാൽ നിരപരാധിയായ ആൾക്കാർ 30,000 തൊട്ട് 40,000 ആൾക്കാരും മരിച്ചു. മുമ്പേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു പോണെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ആൾക്കാർ വൂണ്ടഡ് ആയിട്ടും വന്നു. ഏകദേശം 70% ബിൽഡിംഗ് മുഴുവൻ ഡെവാസ്റ്റേറ്റഡ് ആയി. അപ്പൊ ഇതിന് ആരാണ് കാരണക്കാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വടി കൊടുത്തിട്ട് ഇങ്ങോട്ട് അടി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മരണത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡെത്തിനെ ഞാൻ അപലപിക്കുന്നു എന്ന് കരുതി. എന്നാലും എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് നമ്മൾ അതിനകത്ത് ചകഞ്ഞു നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആൻസർ വരുന്ന ഇതാണ്. ഇനി മൂവിംഗ് ഫോർവേഡ് എന്താണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു നരകത്തെ സ്വർഗമാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരു ഭരണാധികാരിക്കും പറ്റുന്ന കാര്യമല്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ 1948 തൊട്ട് ഈ 2004 തൊട്ട് പല ട്രീറ്റികളും പല അക്കോർഡുകളും പല എഗ്രിമെന്റുകളും ഉണ്ടായാലും അവർ തമ്മിലുള്ള ഒരു മിസ്ട്രസ്റ്റ് വളരെയധികം ഡീപ്പാണ്, വളരെയധികം ആഴത്തിലുള്ള ഒരു വൂണ്ടാണ്. അപ്പൊ അതിനെ ഒരു ദിവസം കൊണ്ട് ഒരു മാജിക് വടി കൊണ്ട് ഇവിടുന്ന് ട്രംപിനോ. ശരി ശ്രീ സജിബോനാണ്. ഇപ്പോൾ ശ്രീ CK ഷാക്കിർ കൂടി ചേരുകയാണ്. ശ്രീ CK ഷാക്കിർ, ഇവിടെ ഈ പലസ്തീൻ കോസ് എന്ന് പറയുമ്പോൾ അത് ഹമാസുമായിട്ട് ചേർത്ത് വെച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗും. അവിടെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഹമാസ് അവിടെ പോരാടുന്നത് എന്നാണല്ലോ. രാജ്യം തന്നെ ഒരു നിലപാടെടുത്തപ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു ഇവിടെ UDF എടുത്തിരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആ ഒരു നിലപാടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ യോഗം കോഴിക്കോട് നടന്നപ്പോൾ അവിടെയും ലീഗിൻ്റെ പ്രതിനിധി പങ്കെടുത്തതാണ്. പക്ഷേ ഇവിടെ ആരുടെ കോസിന് വേണ്ടിയാണോ ഹമാസിനെ ചേർത്ത് വെച്ചിരുന്നത് അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഹമാസ് വേണ്ട എന്ന്. ഹമാസിനെ അവർ തള്ളിപ്പറയുകയാണ്. അതാണല്ലോ ഇപ്പോൾ വടക്കൻ ഗാസയിൽ നടന്ന ഈ പ്രകടനം സൂചിപ്പിക്കുന്നത്. ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, സമാധാനമാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഒരു ഭീകര സംഘടനയായിട്ടാണ് ഹമാസിനെ ഈ ജനത കാണുന്നത്. അപ്പോൾ നിലപാട് മാറ്റേണ്ട സമയമായിട്ടുണ്ടല്ലോ. അല്ല, ഇതൊരു നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ രാഷ്ട്രീയ വിഷയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത്, ഇതൊരു സത്യസന്ധമായി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മഞ്ജുഷനോട് ചോദിക്കട്ടെ, എനിക്കൊരു അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ടു മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തോളം ആളുകളാണ് ഈ ചെറിയ കാലത്തിലെടുക്കുക ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 17,000 കുട്ടികളുണ്ട്. നോക്കൂ, നിങ്ങൾ നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുട്ടികളെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ ആരെങ്കിലും അതിനെ അപലപിച്ചോ? അത് ഭീകരവാദമാണെന്ന് പറഞ്ഞോ? മഞ്ജുഷ, അറിയാൻ താല്പര്യമുണ്ട്. ഹമാസ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളോട് അഭിപ്രായം പറയാൻ അവകാശവുമുണ്ട്. പക്ഷേ ഇത്ര ക്രൂരമായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ബോംബിങ്ങിനെ, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ ആരാണ് അപലപിക്കാത്തത്? ആരാണ് അനുകൂലിക്കുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? ഇസ്രായേൽ തന്നെയാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ പലസ്തീൻ ഗാസയിലെ ആക്രമണം ആ നിലപാടിനൊപ്പമാണ്. നിങ്ങൾ മഞ്ജുഷ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആ നിലപാടിനൊപ്പമാണ് ലീഗും UDF ഇവിടുത്തെ മനുഷ്യരെല്ലാവരും ഉള്ളത്. അത് ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള പോളിസിയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോ ഐക്യരാഷ്ട്രസഭയിൽ ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രമേയം വന്നത് ഏത് രാജ്യത്തിനെതിരെയെന്നറിയോ? ഇസ്രായേലിനെതിരെയാണ്. ഏറ്റവും കൂടുതൽ വീറ്റോ പവർ ഉപയോഗിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? ഇസ്രായേലിന് വേണ്ടിയാണ്. അപ്പൊ നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ ഇതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. യഥാർത്ഥ കാരണം എന്താണ്? 1948 ശേഷം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 4 ശേഷം ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യം അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ ആട്ടി ഓടിക്കുന്നു, ഉപദ്രവിക്കുന്നു, കൊലപ്പെടുത്തുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 മാത്രമാണ് ഹമാസ് വരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ അദ്ദേഹം പറഞ്ഞ 69 മുതൽ ഏറെക്കുറെ 2004 വരെ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പോലെയൊക്കെ ആ യാസർ അറഫാത്തിനെ പലസ്തീനിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ആ രാജ്യത്തിനൊപ്പമുള്ള പോളിസിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ കാലത്തുൾപ്പെടെ ഏറെക്കുറെ അതേ നിലപാട് തുടരുന്നുണ്ട്.
ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവിടെ ലീഗിനോ UDF-നോ അല്ല മറ്റു രീതിയിലോ നമ്മൾ രാഷ്ട്രീയമായി വേർതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിലകൊള്ളുന്നത് സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ പോയി കുഴപ്പമുണ്ടാക്കി ചെറിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇനി വെസ്റ്റ് ബാങ്കും ഗസയും മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ അടുത്ത ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പിന്നെ ഉടമ്പടിയുണ്ട്, കരാറുണ്ടാക്കി. ആ വെടിനിർത്തൽ കരാറുണ്ടാക്കി അത് ലംഘിച്ചു എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ ഉൾപ്പെടെ ബോംബിട്ട് 300 ആളുകളെ കൊലപ്പെടുത്തിയത് നമ്മൾ മെനിയാന്ന് കണ്ടു. അവിടെ കുട്ടികള്, വൃദ്ധര്, ഗർഭിണികള്. എന്താ നിങ്ങൾക്കാർക്കും മനസാക്ഷിയില്ല? 2023 ഒക്ടോബർ 7 സംഭവത്തെ നിങ്ങൾ അപലപിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 അവിടെ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസിനെ നിങ്ങൾ പറയുന്നില്ല. ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഹമാസ് പലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും അവരെ വേണ്ട എന്ന് പലസ്തീൻകാർ പറയുകയാണ്. അതാണല്ലോ ആ പ്രകടനം നടക്കാൻ കാരണം. അല്ല മഞ്ജുഷേ, നമ്മളിത് മഞ്ജുഷ് പറയല്ലേ, നമ്മൾ അഭിപ്രായം നമ്മൾ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ പറയരുത്. നമ്മൾ അഭിപ്രായം കൃത്യമാണ്. നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തിനൊരു ഒരു വിദേശകാര്യ നിലപാട് ഇക്കാര്യത്തിലുണ്ട്, പലസ്തീൻ കാര്യത്തിലുണ്ട്. കേരളം നമ്മുടെ ദേശീയ നിലപാടിനൊപ്പമാണ്. ലീഗും കോൺഗ്രസും UDF നിങ്ങൾ പറഞ്ഞ എല്ലാവരും മനുഷ്യത്വമുള്ളവരെല്ലാവരും. അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിന് എത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആരും ഒരു അക്ഷരമുണ്ടെന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രീജിത്തിന്റെ ഒരു പോസ്റ്റ് FB-യിൽ കാണാനിടയായി. അദ്ദേഹത്തിന്റെ പരാമർശമൊക്കെ സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പരാമർശം സത്യത്തിൽ വളരെ വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ ആക്രമണത്തെ എന്താ പറയുക ന്യായീകരിക്കുന്ന തരത്തിലൊക്കെ പിന്നെ പോസ്റ്റ് ഇടുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നും അത് കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ ഇത്ര ക്രൂരമായി ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി കൊലപ്പെടുത്തുമ്പോൾ, ആ രാജ്യം കുട്ടിച്ചോറാക്കുമ്പോൾ, നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞല്ലോ 70% ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ അവിടെ നാമാവശേഷമായി. അത് അപലപിക്കേണ്ട കാര്യമാണ്. അത് മനുഷ്യത്വമുള്ള എല്ലാവരും അപലപിക്കുകയും ചെയ്യും, അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാക്കിർ. പക്ഷേ ഇതിന് കാരണക്കാരായി ഇപ്പോൾ പലസ്തീൻ ജനത, ഗാസയിലെ പലസ്തീൻ ജനത കാണുന്നത് ഹമാസിനെയാണ്. ഹമാസ് ഔട്ട് എന്ന് അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ഇത് തുടരാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം, യുദ്ധമല്ല വേണ്ടതെന്ന്. അപ്പോൾ അപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറല്ല. അതെ മഞ്ജുഷേ, അല്ല നമ്മൾ ഹമാസിനെ തള്ളിപ്പറയാനോ ഹമാസിനെ ചേർത്ത് പിടിക്കാനില്ല. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, പലസ്തീൻ ജനതയ്ക്ക് ആ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം വേണം എന്നാണ് നമ്മുടെയൊക്കെ താല്പര്യം. അവിടെ എന്ത് ഹമാസ് അല്ലെ PLO വേറെ എന്ത് വേണം? ആർക്കാ അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്? നമുക്കാർക്കില്ലല്ലോ. അവിടെ ഹമാസ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1947 ഈ രാജ്യം പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിക്കുന്നു. 1948 മാർച്ച് 4-ാം തീയതി UN ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് കുഴപ്പമാണ്. ഇപ്പൊ 987 ഇവർ വന്നത്. 2007 മാത്രമാണ് ഗാസയിൽ ഇവർക്ക് ചെറിയൊരു ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായത്. പിന്നീട് ഇവർ ഭരണം പൂർണ്ണമായി പിടിച്ചെടുക്കുകയാണ്. അതിന്റെയൊക്കെ പിൻബലം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായി ഇസ്രായേലും അമേരിക്കയും ആ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായി ആളുകൾ അതിനൊപ്പം ചേർന്ന് പോയതാണ്. ആ ചേർന്ന് പോയതിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് ആ നാട്ടുകാർ വിളിക്കുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയാണ് അവർ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനയോ അല്ല. അവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യം. ഹമാസ് എന്ന ഒരു സംഘടനയെ തെരഞ്ഞുപിടിച്ച് ആ ഹമാസിന്റെ പ്രവൃത്തികളെ മാത്രം പർവ്വതീകരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രു. പക്ഷേ ഷാക്കിർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, അതിന് നേതൃത്വം വഹിക്കുന്നവരാണ് ഹമാസ് എന്ന് പറയുമ്പോൾ അതേ സംഘടനയ്ക്കെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റാണ് ഈ കാണുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് താങ്കൾ കാണുകയാണോ? അതോ ആരെങ്കിലും അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഹമാസിനെതിരെ എന്നാണോ? അല്ല, ഞാൻ മുമ്പ് ഇതേ ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹമാസിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകളുടെ അഭിപ്രായം അതൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ അഭിപ്രായത്തിൽ ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ കാരണക്കാർ ഈ പുതിയ ഒരു വർഷം മുമ്പ് പറഞ്ഞല്ലോ ഹമാസ് ആണ് കാരണക്കാർ. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹമാസിന്റെ പിന്നിലും ഹമാസിനെ വളർത്തിയതിന് പിന്നിലും അമേരിക്കയും ഇസ്രായേലുമാണ്. കാരണം PLOയെ തകർക്കാൻ വേണ്ടി ഹമാസിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അമേരിക്കയാണ്. ഉസാമ ബിൻ ലാദനെ വളർത്തിയതുപോലെ, ഇറാഖിൽ വിമതരെ വളർത്തിയതുപോലെ, യമനിൽ കൂത്തികളെ വളർത്തിയതുപോലെ ഒരു കാലത്ത് ഇത്തരം എല്ലാ അറബ് രാജ്യങ്ങളിലെയും വിമതരെ ഉണ്ടാക്കിയത്, അവർക്ക് ആയുധം നൽകിയത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. എന്നിട്ട് ഇവർ ശത്രുവിനെ പ്രതിഷ്ഠിച്ച് ഇവരുടെ താല്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു, ആയുധ വിൽപ്പന നടത്തുന്നു, അതുപോലെ തന്നെ രാജ്യം പിടിച്ചടക്കുന്നു, അവരുടെ മറ്റു താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നു.
ഇത് നമുക്ക് കൃത്യമാണ്. നിങ്ങൾ ഡാറ്റ പരിശോധിക്കുക. ശരി ഷാക്കിർ. സയ്യിദ് പണിക്കർ മറുപടി. ഹമാസിനെ തള്ളിപ്പറയുമ്പോൾ പലസ്തീൻകാരുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് നമ്മളാരും പഠിക്കുന്നില്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അവിടെ പലസ്തീൻ ജനത ഗാസയിൽ ഹമാസിനെതിരെ പ്രകടനം നടത്തുമ്പോഴും ഹമാസിനെ മാത്രം നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് ഷാക്കിറിന്റെ ചോദ്യം. അതിനുള്ള മറുപടി. മനസ്സിലായി. അത് കൂടാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് കൂടി പറഞ്ഞിരുന്നു. ആ പോസ്റ്റ് അദ്ദേഹം മൊത്തത്തിൽ വായിച്ചോ അതോ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ അദ്ദേഹം വായിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാനതിൽ പറഞ്ഞിരിക്കുന്നത്, ചുമ്മാതിരുന്നവൻ്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ 7-ന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിലപിക്കുന്നു എന്നാണ്. കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട്. അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികൾക്കാണ് എന്ന്. അതിനെ ഇവിടെ അധികമാരും അപലപിച്ച് കണ്ടില്ല ഷാക്കിർ. അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല. പകരം അന്ന് ചെയ്തിരുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സെക്കൻഡ്, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടല്ലോ. അല്ലല്ല, ഒരു സെക്കൻഡ് ഇല്ല, ഞാൻ സംസാരിച്ചിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്ന ഞാൻ വഴങ്ങുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇസ്രായേലിനെ എതിർക്കുന്ന ഹമാസിന്റെ ആക്രമണത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ചെസ്റ്റമ്പിംഗ് നടത്തിയിരുന്ന വാക്യം എന്താണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അത് ഓർമ്മയില്ലെങ്കിൽ ഞാനത് പറയാം. നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം എന്ന് പേര് കേട്ട സ്വന്തമായിട്ട് ഇസ്രായേൽ പറയുന്ന അയൺ ഡോമിനെ ദാ ഇവിടെ ഹമാസ് ഭേദിച്ചേ, 100 കണക്കിന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്റ്റമ്പിംഗ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോഴൊന്നും അപ്പുറത്തെ സ്ഥലത്ത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇതേപോലെ കൊലയ്ക്ക് കാരണമായിരുന്ന സമയത്ത് അതിനെപ്പറ്റി അധികമാരും വിലപിച്ച് കണ്ടില്ല. പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ UN ചാർട്ടർ അനുസരിച്ച് ഏതൊരു സോവറിൻ രാജ്യത്തിൻ്റെയും ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിൻ്റെയും ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ബ്രീച്ച് ചെയ്തിട്ട് ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് UN തന്നെ അംഗീകരിക്കുന്നതാണ്. പിന്നെ അത് പ്രൊപ്പോർഷനേറ്റ് ആണോ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണോ, അവർ കൊടുത്തിരിക്കുന്ന അളവിൽ തന്നെയാണോ തിരിച്ചു കൊല്ലേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഇസ്രായേൽ ആൻസറബിൾ ആയിട്ടുള്ളത് അവരുടെ ജനതയോട് മാത്രമാണ്. അല്ലാതെ അമേരിക്കയോ ഇന്ത്യയോ പിന്നെ ഹമാസുകാരോ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരോ പറയുന്ന കണക്കിനനുസരിച്ച് ആനുപാതികമായിട്ട് അവരത് നിർത്തിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഈ പറയുന്നത് സമാധാന ചർച്ചയെ പറ്റിയല്ല, യുദ്ധത്തിനെ പറ്റിയാണ്. യുദ്ധത്തിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ അത് യുദ്ധത്തിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് എല്ലായ്പ്പോഴും മാറിയിട്ടുണ്ട്. ഹമാസ് പോലും ഇതേ പലസ്തീൻ ജനതയെ ഷീൽഡായിട്ട് വെക്കുകയാണല്ലോ, ഗാസ ജനതയെ ഷീൽഡായിട്ട് വെക്കുകയാണല്ലോ. ആണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ പറയാം. ശ്രീ ഷാക്കിർ വീണ്ടും മറന്നുപോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു റാലി ഇവിടെ ഉണ്ടായിരുന്നു. ആ റാലിയിൽ പങ്കെടുത്ത് എന്താണ് ഹമാസ് എന്ന് ശരിയായ രീതിയിൽ പറയുകയും 4 വട്ടം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് തൻ്റെ തന്നെ അന്താരാഷ്ട്ര പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്ത ഒരു MP ഉണ്ട്, കോൺഗ്രസിന്റെ MP, പേര് ശശി തരൂർ എന്നാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലീഗുകാരെ വിമർശിച്ചു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം സംസാരിച്ച 2 ലീഗിന്റെ ആൾക്കാർ, ഒന്ന് അബ്ദുസമദ് സമദാനി MP ആണ്, മറ്റൊന്ന് ശ്രീ MK മുനീർ MLA ആണ്. ഈ 2 പേരും എന്താ ചെയ്തത്? ഹമാസിനെ കുറിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞിരുന്ന പരാമർശത്തിനെ തിരുത്തി. അധിനിവേശത്തിനെതിരായ സ്വാതന്ത്ര്യ സമരമാണ് പാലസ്തീനികളുടേത് എന്നാണ് അബ്ദുസമദ് സമദാനി പറഞ്ഞത്. പ്രതിരോധം എന്നത് ഒരിക്കലും ഭീകരവാദമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് MK മുനീർ പറഞ്ഞത്. അപ്പൊ ഹമാസിനെ ആരും അംഗീകരിച്ചില്ലേ? ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ റാലിയിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ തിരുത്താനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. ഇനി മഞ്ജുഷ പറഞ്ഞിരിക്കുന്ന ആ കാര്യം നോക്കൂ. ഈ വളരെ ഇന്റർനാഷണലി തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാർട്ടൂൺ വന്നിരുന്നു. ആ കാർട്ടൂണിൽ തന്നെ നമ്മൾ കാണുന്നത് ആ യുദ്ധത്തിന്റെ യഥാർത്ഥ രീതി എങ്ങനെയാണ്, എന്ത് കമ്മിറ്റ്മെന്റ് ആണ് അവരുടെ ജനതയോട് ഓരോ ഭാഗത്തിലും ഉള്ളത് എന്നതിനെ കാണിക്കുന്ന ഒരു കാർട്ടൂൺ. ഒരു സൈഡിൽ നിന്ന് ഒരു ഹമാസിന്റെ സോൾജിയറും മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു ഇസ്രായേൽ സോൾജിയറും കൂടി തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഭിമുഖം ഇങ്ങനെ ഇരിക്കുകയാണ്, മുട്ടിൽ കുത്തി നിൽക്കുകയാണ്. ഈ 2 ആൾക്കാരുടെയും അടുത്ത് ഒരു പ്രാമിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ഇതിൽ ഈ ഹമാസിന്റെ ആളിന്റെ ഈ തോക്കിന് മുന്നിലാണ് ഈ കുട്ടി. അതായത് ആ കുട്ടിയെ വെച്ചുകൊണ്ട് വില പേശിക്കൊണ്ടാണ് ഹമാസുകാരൻ യുദ്ധം നയിക്കുന്നത് എങ്കിൽ ഇസ്രായേലുകാരന്റെ സൈനികന്റെ പിന്നിലാണ് ഈ കുട്ടി. അതായത് അതിനെ ഷീൽഡ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നതും. ഇവിടെ നോക്കൂ, ജനവാസ പ്രദേശങ്ങളിൽ താങ്കളിപ്പം പറഞ്ഞല്ലോ, ഈ പിന്നെ എന്താണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ആക്രമിച്ച് വധിച്ചിരിക്കുന്ന ആളിന്റെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് താങ്കൾ കണ്ടില്ലേ? ആശുപത്രിയിൽ ആക്രമിച്ച് അതിൽ വധിച്ചിരിക്കുന്ന ആള് ഇസ്രായേലിന്റെ നാസർ ആശുപത്രിയിൽ ബോംബിട്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ബഹ്റൂം, അദ്ദേഹത്തിനെയാണ് കൊന്നിരിക്കുന്നത്. ഇസ്മയിൽ ബഹ്റൂം ഇയാളൊക്കെ എന്ത് ചെയ്യുക? ഇയാൾ പിന്നെ കാലയിൽ മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ല. ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നേ.
അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ചെയ്യണം. അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. ആ മാർഗമില്ലാതാക്കിയതാരാണ്? വെറുതെ ഇരിക്കുന്നവന്റെ മൂട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുപോയി ചുണ്ണാമ്പ് തേച്ചിരിക്കുന്നത് ആരാണോ അവരാണ്. നിങ്ങൾ അതായത് ശ്രീജിത്ത്, നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഇസ്രായേൽ രാജ്യത്ത് പോയിട്ട് അതിനകത്ത് പോയി, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ അവര് കരുതി വെച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി പലസ്തീനികൾ ഈ 49 കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോ പലസ്തീന്റെ കൈവശമുണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സ്ഥലത്തേക്ക് അധിനിവേശം നടത്തി അത് പിടിച്ചടക്കി അവിടെ പോയി കുഴപ്പമുണ്ടാക്കുന്ന ഇസ്രായേലല്ലേ? അതെന്താ നിങ്ങൾ കാണാത്ത? ഏതെങ്കിലും പലസ്തീനികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയോ? അതെന്താണ് നിങ്ങൾ കണക്കിലെടുക്കാത്തത്? ഒരു ഉദാഹരണം പറയും. ഇസ്രായേലിൽ കൈവശപ്പെടുത്തിയ രാജ്യത്തിലേക്ക് പലസ്തീന്റെ സൈന്യമോ കയറി കൂടിയിട്ടുണ്ടോ? എന്നാൽ തിരിച്ചിങ്ങോട്ട് കയറുന്നതിന് നമ്മൾ എന്താ പറയാറ്? പ്രതിരോധം എന്നല്ലേ പറയേണ്ടത്? ഇനി ഞാൻ മറുപടി പറയട്ടെ. സൈന്യം കയറണ്ട. പ്രതിരോധം എവിടെയാണെന്നറിയോ? എന്തുകൊണ്ടാണ് പ്രതിരോധം? എങ്ങനെയാണ് പ്രതിരോധവും ഡിഫൻസും അറ്റാക്കും, അതായത് ഒഫൻസും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് താങ്കൾക്കറിയോ? ഡിഫൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവനവന്റെ പ്രവിശ്യയിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതാണ്. അതായത് നമ്മുടെ നേവി പോലെയുള്ള, നമ്മുടെ കരസേന പോലെയുള്ള കാര്യങ്ങളാണ് ഡിഫൻസിന് ഉപയോഗിക്കുന്നത്. എയർ ഒഫൻസ് എന്നാണ് പറയുക. കാരണം ഈ എയർ അറ്റാക്ക് എന്ന് പറയുന്നത് അവനവന്റെ സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ എന്ത് തരത്തിലുള്ള അറ്റാക്കാണ് ഈ ഒക്ടോബർ 7, 2023 നടന്നത്? ആൾക്കാർ നടന്നു ചെന്നതിന് ശേഷം കരസേന പോയി ആക്രമിക്കുകയല്ല, മറിച്ച് ഇവിടെ നിന്ന് സെറ്റ് ഓഫ് റോക്കറ്റ്സ്. ഒരു സെക്കൻഡ്, മുന്നിലേക്ക് പോകാം. ഇല്ല, ഞാൻ പറയാം. ഷാക്കിർ, നമ്മൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാണെങ്കിലും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നതിനെതിരാണ്. ഷാക്കിർ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചാൽ ആർക്കും തിരിയില്ല. ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഈ നടന്നതിന് ശേഷം രണ്ടാഴ്ചക്കകമാണ് മുസ്ലിം ലീഗിന്റെ റാലി നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഈക്വലായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി ആ സമയത്ത് കിട്ടിയിരുന്നോ? സിവിലിയൻ സ്ഥലങ്ങളെ ആ സമയത്ത് ആക്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അന്ന് പോലും നടന്നിരുന്ന സമരങ്ങളിൽ, അതായത് ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ള ശശി തരൂരിന്റെ അഭിപ്രായത്തിനെ ഈ അറ്റാക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിനു ശേഷം 2 ആഴ്ചക്കകം ഇവിടെ നടക്കുന്ന സമയത്ത് സമദാനിയും മുനീറും പറയുന്നത്, നോക്കൂ, ഹമാസ് തീവ്രവാദ സംഘടനയല്ല എന്ന് ശശി തരൂരിനെ തിരുത്തുകയാണ്. ഇനി പല സമയങ്ങളിലായി ഇറ്റ്ഷാഖ് റാബിൻ തുടങ്ങിയ നിരവധി ആൾക്കാർ, അവിടെ ഏറിയൽ ഷാരോൺ ഉണ്ട്, നിരവധി ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ട്രീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള ട്രീറ്റുകളിലും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടും ഇവിടെ ഇസ്രായേൽ അവിടെ നിന്ന് ഈ ഗാസ ടെറിട്ടറി പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന രീതിയിലത്തേക്കുള്ള എഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എഗ്രിമെന്റുകളെ എല്ലാം തന്നെ 2007 അതിന് മുമ്പായിക്കോട്ടെ കൃത്യമായി വയലേറ്റ് ചെയ്തിരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഹമാസ് ആണ്. 2007 ഉണ്ടായിരിക്കുന്ന അറ്റാക്ക് നോക്കൂ, ഇതേപോലെ ഏകപക്ഷീയമായിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു 2007 ചെയ്തിരുന്നത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു രാജ്യവും തിരിച്ചടിക്കും. അപ്പോൾ ഞങ്ങൾ 1500 പേരെയല്ലേ കൊന്നുള്ളൂ, നിങ്ങളും 1500 പേരെ കൊന്നിട്ട് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല അത് തീരുമാനിക്കേണ്ടത്, ആ രാജ്യമാണ്. അവർ അക്കൗണ്ടബിൾ ആയ ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ല, പക്ഷെ അങ്ങനെയാണല്ലോ മുനീറും സമദാനിയും സംസാരിച്ചിരിക്കുന്നത് ഹമാസിനെ കുറിച്ചാണ്. ഒരു കാര്യം പറയാം, ഇപ്പോ ഈ ചർച്ചയിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യം ഹമാസിനെ നിരോധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ഇന്ത്യ എന്തിനാ ബോക്കോ ഹറാമിനെ ഇന്ത്യ നിരോധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഹൂത്തികളെ ഇന്ത്യ നിരോധിക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഇപ്പൊ വേറെ അങ്ങനെ അല്ല നിരോധിക്കല്ല. ആ രീതിയിൽ കാറ്റഗറൈസ് സംഘടനയാണോ? അല്ലല്ലോ, ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ? അല്ല ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവരെ വേണ്ട എന്ന് ഇപ്പോൾ പലസ്തീൻകാർ നിലപാടെടുക്കുകയാണ്. അവരുടെ അടിച്ചമർത്തപ്പെട്ടിരുന്ന പ്രതിഷേധമാണ്. അവർക്ക് പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രീ ഷാക്കിർ, ആ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇന്ന് തന്നെ ഇപ്പോൾ ഈ പ്രകടനം നടത്തിയപ്പോൾ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ പ്രകടനത്തെ അടിച്ചമർത്തിയിരുന്നു. ശ്രീമോഹൻ ബഗീസ്, ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന നിലപാടെടുക്കണം എന്ന് വാശി പിടിച്ചാൽ പോലും ഈ പലസ്തീൻ ജനതയുടെ മുഴുവൻ ഒരു വികാരമാണ് ഗാസയിൽ, വടക്കൻ ഗാസയിൽ കണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ മഞ്ജുഷ് സാർ, ഇവിടെ
എന്താണ് ഒരു ഭീകര സംഘടന, എന്താണ് ഒരു വിമോചന സംഘടന, അതേക്കുറിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട്. അത് എക്കാലത്തും ഉള്ളതാണ്, ചരിത്രത്തിൽ എക്കാലത്തും ഉള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. ഇവിടെ ഹമാസിനെ മോചകരായും പലസ്തീൻ ജനതയുടെ വിമോചകരായി പലസ്തീന് വേണ്ടി ഒരു സ്വയം നിർണയ അവകാശമുള്ള രാഷ്ട്രം നിർമ്മിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യ പോരാളികളായി ഒരു വിഭാഗം കരുതുന്നു. അവർക്കത് കരുതാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതേ അവർ കരുതുന്നു എന്ന് പറയുന്ന അതേ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് പലസ്തീനിയൻസായ ഗാസൻസായ വടക്കൻ ഗാസയിൽ ഉള്ള കുറച്ചാളുകളാണ്. ഒരു 1000-ഓളം പേര് വരുമെന്നാണ് ചിത്രങ്ങളിൽ കാണുന്നത്. അത്രയും പേരാണ് പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം അത് ജൈവികമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഓൾറെഡി ചർച്ച നടത്തിയത് കൊണ്ട് സംഭവിച്ചതാണ്. ഒരു പ്രകടനം നടന്നു, അതിന് ഹമാസ് വിരുദ്ധ പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു, ഹമാസ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോൾ പോകേണ്ടത്. അവിടെ നോക്കൂ, ഇവിടെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്, മനുഷ്യ കവചമായി സ്വന്തം ജനതയെ, സ്ത്രീകളെയും കുട്ടികളെയും, ആശുപത്രികളിൽ കഴിഞ്ഞുകൂടുന്നവരെ, സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിലെ നിസ്സഹായരായ ആളുകളെ, ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് പോകുന്നവരെ മനുഷ്യ കവചമായി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും? അവരെ കവചമാക്കി അതേ ആളുകളെ തന്നെ സുരക്ഷിതമായി ഇരുത്താൻ പറ്റുമോ? കാരണം ഒരു ഭരണകൂടത്തിൻ്റെ, ഹമാസ് ഒരു ഭരണകൂടം കൂടിയാണല്ലോ, ഒരു ഭരണകൂടത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നാണ്. ജീവനും സംരക്ഷണമില്ല, 70% കെട്ടിടങ്ങൾ നശിച്ചു കഴിഞ്ഞു. അതിനർത്ഥം അവർക്ക് സ്വത്തില്ല, അവരുടെ ഭൂമി ഇന്ന് അവരുടേതല്ലാതായി മാറിയിരിക്കുന്നു, അവരുടെ വാസഗൃഹങ്ങൾ പൂർണ്ണമായി തച്ചുടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കണക്കുകളനുസരിച്ച്, ഔപചാരിക കണക്കനുസരിച്ച് ഏതാണ്ട് 50,000-ൽ പരം ആളുകൾക്കാണ് ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് ജീവൻ പക്ഷേ നഷ്ടപ്പെട്ടത്. ഇതിന് ഉത്തരവാദിയായിട്ട് ഹമാസിനെ കണ്ടുകൊണ്ടാണല്ലോ ഈ പ്രകടനം നടന്നത്. പക്ഷേ അത് പലസ്തീൻ ജനതയുടെ മുഴുവൻ വികാരമായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർക്ക് പ്രകടനം നടത്താനാവുന്നത് അവർക്ക് അവരുടെ ഭരണകൂടത്തിനെതിരെ, അല്ലെങ്കിൽ അവരുടെ സംരക്ഷകരെന്ന് പറയുന്നവർക്കെതിരെ മാത്രമേ ആ ഭൂമിയിൽ കാര്യമായി ചെയ്യാൻ പറ്റൂ. കാരണം അവരുടെ നേതാക്കളോടാണ് പറയുന്നത്, അവരെ ഭരിക്കുന്നവരോടാണ് അവർ പറയുന്നത്, നിങ്ങളാണ് ഈ പ്രശ്നത്തിന് കാരണക്കാർ എന്ന് അവർ പറയുന്നു. ഇസ്രയേലിനെ അവിടെ കിടന്ന് ഗാസയിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേലിനെ എത്ര തള്ളിപ്പറഞ്ഞാലും അത് മറ്റൊരു രാജ്യമാണ്, സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അതിൽ കാര്യമില്ല. അതുകൊണ്ട് തിരുത്തൽ വേണ്ടത് ആഭ്യന്തരമായിട്ടാണ്. ആ രീതികൾ മാറണം. അതുകൊണ്ട് ഒരു രീതിശാസ്ത്രമുണ്ടല്ലോ, ഒരു പോരാട്ടത്തിന് ഒരു രീതിശാസ്ത്രമുണ്ട്. സ്വന്തം ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് എത്രത്തോളം പോകാം, ആ ഒരു കാര്യത്തിൽ തീർച്ചമൂർച്ച ഉണ്ടാകണം. അതാണ് ഒരുപക്ഷെ ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയ ആളുകൾ. അവർ നേരത്തെ പറഞ്ഞത് ശരിയാണ്, അവരിൽ എത്ര പേര് നാളത്തെ സുപ്രഭാതം കാണും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എതിർപ്പിൻ്റെ സ്വരങ്ങൾ ആഭ്യന്തരമായി, ഒരു ഏകാധിപത്യ സംഘടനയാണ് ഹമാസ് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്, അതൊരു പരിധിവരെ കറക്റ്റാണ്. കാരണം എന്തുകൊണ്ട് ഹമാസ് അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണല്ലോ. അപ്പോൾ 2006 ശേഷം നാളിതുവരെ തെരഞ്ഞെടുപ്പില്ലാതെ അന്നത്തെ മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടരുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് അവർ ഔപചാരികമായി മറുപടി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ജനതയോട് ഹമാസ് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വെളിയിലിരുന്നു കൊണ്ട് നമുക്ക് പരിമിതമായ രീതിയിൽ മാത്രമേ അതിനെ നോക്കിക്കാണാനാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ ഒരു കാര്യം, ഹമാസ് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ അത് എത്രത്തോളം വിശ്വസനീയമാണ്? അത് പൂർണ്ണമായി എനിക്ക് അങ്ങോട്ട് ആ ഒരു ആംഗിൾ അത്രത്തോളം വ്യാപകമായി ചിന്തിച്ചില്ല. ഹമാസ് അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി. ഇപ്പോൾ സജിമോൻ ആന്റണി ഒരു പുതിയൊരു ആംഗിൾ കൊണ്ടുവരികയാണ്. ഞാൻ ഈ രണ്ട് സൈഡാണ് ആദ്യം പറഞ്ഞത്. അതായത് ഒന്നുകിൽ ജൈവികമായി ഉണ്ടായ ഒരു സ്വാഭാവിക പൊറുതിമുട്ടി ഉണ്ടായ, അളമുട്ടിയാൽ പാമ്പ് കടിക്കുമെന്ന് പറയുന്നത് പോലെ ഹമാസ് വിരുദ്ധമായ ആ ജനത ഉയർന്നെഴുന്നേറ്റതാണ്. ഒരു തരം ഇൻറ്റിഫാദ, അല്ലെങ്കിൽ ഇൻറ്റിഫാഡ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, അവരുടെ ലോക്കൽ ഇൻറ്റിഫാഡ അല്ല എങ്കിൽ മറുവശത്ത് തീർച്ചയായും യുദ്ധത്തിലും പ്രേമത്തിലും ശ്രീ മഞ്ജുഷ് എന്ത് നിയമങ്ങളും അട്ടിമറിക്കാം, ഒരു നിയമങ്ങളും ബാധകമല്ല. അതിനർത്ഥം അവരുടെ ചാരന്മാർ, ഇസ്രയേൽ മൊസാദ് എന്ന് പറയുന്നത് ചില്ലറ സംഘടനയല്ല. അവരുടെ ചാരന്മാർക്ക് എവിടെ വേണമെങ്കിലും മോൾസിനെ പ്ലാന്റ് ചെയ്യാം, ആളുകളെ അവരുടെ ഇഷ്ടക്കാരെ പ്ലാന്റ് ചെയ്യാം, അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈലന്റ് ക്യാമ്പയിൻ നടത്താം. അങ്ങനെ കുറച്ച് ആളുകളെ ലോക്കലി സംഘടിപ്പിക്കാൻ സാധിക്കും. അത് സാധിക്കാത്ത സംഘടനയൊന്നുമല്ല മൊസാദ്, ചരിത്രപരമായി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുകയും മനസ്സിളക്കുകയും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് എന്തെങ്കിലും ഒരു ഭാവി ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്ത് ഇതൊരു അവസാന അടവാണ്. പൂർണ്ണമായും ഇതൊരു തരം
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ്. ഒരു ട്രോജൻ ഹോഴ്സിനെ അതിനകത്തേക്ക് കടത്തിവിടുക. ഇതിനകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിന് പിന്നെ പോരാടുന്നതിനൊരു പരിമിതിയുണ്ട്. അങ്ങനെ ഇസ്രായേൽ ചെയ്തതാണോ എന്ന ന്യായമായൊരു സംശയമുണ്ട്. അല്ലാതെ ഹമാസ് എന്തിന് ഒരു കൂട്ടം ആളുകളെ തങ്ങൾക്കെതിരെ തന്നെ തിരിച്ച് ഒരു കൂട്ടം ആളുകളെ എന്തിന് ഹമാസ് ഇളക്കി വിടണം? അതെനിക്ക് യാതൊരു രീതിയിൽ ഒരു സൂചനയും കിട്ടുന്നില്ല. അതുകൊണ്ട് ആ ഒരു സജിമോൻ ആന്റണി പറഞ്ഞ ആ ഒരു വാദഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം, അതൊരു വാദഗതിയല്ല, ഒരു സംശയം, അതിനകത്തൊരു ലോജിക്ക് പ്രത്യേകിച്ച് ഞാൻ കണ്ടില്ല. അത് സൂചിപ്പിച്ചു എന്ന് മാത്രം ശ്രീ മഞ്ജുഷ്. ശരി, അതൊരു വൈൽഡ് ഗസ് മാത്രമായിരുന്നു. ശ്രീ സജിമോൻ ആന്റണി, ഇത് അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഈ ഹമാസിന്റെ പേര് പറയുന്നത് പോലും അമേരിക്കയിൽ വിലക്കെന്ന രീതിയിലാണ്. ഈ ഇടയ്ക്കും രണ്ടുപേരെ നാടുകടത്തിയ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പ്രൊട്ടസ്റ്റിന്റെ കാര്യം വരുമ്പോൾ ഒരു ഔദ്യോഗികമായ പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഐ ആം സോ ഹാപ്പി ശ്രീജിത്തും എൻ്റെ പേര് സജിയും ഷക്കീറും ഒക്കെ ആയിട്ട് എസ് തുടങ്ങുക മാത്രമല്ല, ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. എന്താണെന്നറിയോ? ഒക്ടോബർ 7 അന്ന് ഹമാസ് ഇസ്രായേലിനെതിരെ ആ ഒരു രാത്രി ആ ഒരു മനുഷ്യ ഹത്യ നമ്മളെല്ലാവരും യോജിക്കുന്നു, അത് തന്നെ അപലപിക്കുന്നു അതിനകത്ത്. ഓക്കെ, അതിനുശേഷമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 2000 ആൾക്കാർ ഒരു സൈഡിൽ മരിച്ചാൽ അങ്ങേ സൈഡിൽ 50,000 മരിച്ചെങ്കിൽ അതിന്റെ കാരണക്കാരും അവർ തന്നെയാണ് ഒരു പരിധി വരെ. കാരണം ജനസാന്ദ്രതയുള്ള ഒരു ഏരിയയാണ്, ചിലന്തി വല പോലെ ടണലുകൾ ഉള്ളതാണ്. അവർ സ്കൂളും വീടും ആശുപത്രിയും എല്ലാം അവരുടെ ടെററിസ്റ്റ് താവളമായിട്ട് മാറ്റി, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പം ഇസ്രായേൽ മിലിറ്ററിക്ക് വേറൊരു ചോയ്സ് ഇല്ല, അവിടെ ഇടുക, ബോംബ് ഇടുക എന്നുള്ളത് വേറെ ചോയ്സ് ഇല്ല എന്നുള്ളൊരു ആൻസർ പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളുടെ ഇതിലേക്ക് വരികയാണ്. അമേരിക്കയിലെ ഇപ്പോഴത്തെ നീറുന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹ്യൂതി മിനിങ്ങാന്ന് നടന്ന ലീക്കാണ്, ഇന്റൽ ലീക്ക്. അതായത് ഹ്യൂതികളെ ആക്രമിക്കാൻ പോയ സൈനിക ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയി. ആ ഒരു വലിയൊരു ചർച്ചയാണ് 2 ദിവസമായിട്ട് കൊടും പിടിച്ച് നടക്കുന്നത്. അതിനകത്ത് ആരുടെ തല തെറിക്കും എന്നുള്ളത് ആണ് ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. സെനറ്റ് ഹിയറിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഒരു പ്രശ്നത്തിനകത്ത് അമേരിക്കയുടെ ഒരു ഒഫീഷ്യൽ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം അവർക്ക് ബ്രീഫ് കിട്ടിയിട്ടില്ല എന്നല്ല, അവർ ഇതിനെ സ്ഥിതിഗതികളെ പഠിക്കുന്നുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പം ഹമാസിന് അല്ലെങ്കിൽ അവിടെയുള്ള പാലസ്തീൻ ജനതയ്ക്ക് ഒരു പരിധി വരെ മനസ്സിലായിട്ടുണ്ട് ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ വിഷമകരമാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ആയിരിക്കാം ഇപ്പം ഈ കാണുന്ന ഒരു അപ്രൈസിങ് അല്ലെങ്കിൽ ഒരു സമരം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. കാരണം ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മളൊരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇൻഡിപെൻഡന്റ്ലി പഠിക്കുകയാണെങ്കിൽ ഇത്രയും ജനത മരിക്കുകയും ഇത്രയും കെട്ടിടങ്ങൾ തകർക്കുകയും ഇത്രയും പരിക്കുകൾ പറ്റുകയും ഇത്രയും കുഞ്ഞുങ്ങൾ മരിക്കുകയും സ്ത്രീകൾ മരിക്കുകയൊക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഉത്തരവാദി എന്നുള്ളൊരു ചോദ്യം അവരോട് തന്നെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കാം ശ്രീ മോഹൻ വർഗീസും ശ്രീജിത്തൊക്കെ പറഞ്ഞു മുടക്ക് ജൈവിക റീസൺസ് ഉണ്ടായിരിക്കാം, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. മൂന്നാമത് ഒരു ആംഗിൾ ഞാൻ പറഞ്ഞത് ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞ, കാരണം യുദ്ധത്തിനകത്ത് എല്ലാ ടാക്ടിക്സും എപ്പോഴും ഓപ്പൺ ആണ്. നമ്മുടെ പ്രതിയോഗിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഏത് വഴിയും ഏതറ്റം വരെയും ആൾക്കാർ പോകും. ആ ഒരു സംശയം ഞാൻ അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കയുടെ ഇവിടെ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇതിനകത്ത് ഡിക്ലെയർ ആയിട്ടുള്ള എനിക്കറിവില്ല. എന്നാൽ അമേരിക്ക സ്ഥിതിഗതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അതിന്റെ അർത്ഥം ഇപ്പം വേറൊരു കാര്യം നോക്കണം. ഇപ്പം ഈവൻ റഷ്യയും യുക്രൈന്റെ ചർച്ചകൾ പോലും ഇവിടെ അമേരിക്കയിലല്ല നടക്കുന്നത്, സൗദിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഖത്തറിലേക്കാണ് പോകുന്നത്, റൈറ്റ്? അപ്പം ആ ഒരു അമേരിക്കയുടെ സെൻട്രൽ ഫോക്കസ് ആണ് ആ ഒരു റീജിയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഞാൻ ഒന്നും കൂടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ റീസൺസ് ഉള്ളത് കാരണം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ പലസ്തീൻ ജനത, പ്രത്യേകിച്ച് ഹമാസിലുള്ള, അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുമ്പം അവിടെ 2 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ 2 ലക്ഷം ആൾക്കാർ മൊത്തം ഹമാസിന്റെ ഫൈറ്റേഴ്സ് അല്ല, റൈറ്റ്? 20,000 അല്ലെങ്കിൽ 25,000 ആണ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്. അപ്പൊ അതിന്റെ അർത്ഥം അടുത്ത ഒരു 40,000 50,000 ഇവരോട് അനുഭാവമുള്ളവരായിരിക്കാം. അതിന്റെ അർത്ഥം അതേപോലെ തന്നെ ഈക്വലി ഒരു എമൗണ്ട് ഓഫ് പീപ്പിൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും കാണും. പക്ഷേ ഒരു കാര്യം, ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, ഹമാസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. സീനിയർ ഹമാസ് ഒഫീഷ്യൽ ബാസം നൈം പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രകടനം അവിടെ നടന്നു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ അത് ഇസ്രായേലിനെതിരെയായിരുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിനെതിരെയും നശീകരണത്തിനെതിരെയും എതിരെയുള്ളതാണെന്നാണ് ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. അതിനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കുകയായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ വേറൊരു രീതിയിൽ പ്രചരിപ്പിച്ചു, മുദ്രാവാക്യങ്ങൾ വേറൊരു രീതിയിൽ പ്രചരിപ്പിച്ച് അത് ഹമാസിനെതിരെ ആക്കി എന്നുള്ളതാണ്. ഗാസ ജനതയുടെ പ്രൊട്ടസ്റ്റ് ഹമാസിനെതിരെയാണ് എന്ന രീതിയിൽ അതിനെ
വക്രീകരിച്ചു എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, ശ്രീ സജിമോൻ ആന്റണി. പക്ഷേ അത് ഹമാസിന്റെ മഞ്ജുഷ്, അവർക്ക് അതല്ലേ പ്രതീക്ഷിച്ച പറയാൻ പ്രതികരണം എന്നല്ലേ പറ്റത്തുള്ളൂ. കണക്കാക്കാൻ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെതിരെ പ്രതിഷേധമാണെന്ന് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് പിന്നെ ഹമാസ് എന്നുള്ള കട അടച്ചുപൂട്ടി അവർക്ക് പോകേണ്ടി വരും, വേറെ ഏരിയയിലേക്ക് പോകേണ്ടി വരത്തില്ലേ അവർക്ക്, ലെജിറ്റിമേറ്റ് ചിന്തിക്കുകയാണെങ്കിൽ. അതെ, അങ്ങനെ തന്നെയുള്ളൂ. അത് പ്രതീക്ഷിച്ച ഒരു പ്രതികരണമാണ്. ഹമാസിൽ നിന്ന് ഇതല്ലാതെ മറ്റൊരു പ്രതികരണം എന്തായാലും പ്രതീക്ഷിക്കുന്നുമില്ല. ശ്രീ CK ഷാക്കിർ, ഇവിടെ ഇത്രയും ഒരു പ്രതിഷേധം ഹമാസിനെതിരെ വരുമ്പോഴും പലസ്തീനിൽ നിന്ന് വരുമ്പോഴും ഹമാസിനോടുള്ള ആ ഒരു അനുഭാവം ഒട്ടും തന്നെ ചോർന്നു പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഷാക്കിറിന്റെ വാക്കുകളിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല തോന്നുന്നുണ്ട്. അല്ല മഞ്ജുഷേ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കണമെന്നില്ലേ? അതായത് നമ്മളൊരു ഹമാസിന്റെ വക്താവായിട്ട് ഇവിടെ ഇരിക്കണില്ല. അതിന്റെ പണി എനിക്കില്ല, എനിക്കൊരു ആവശ്യമില്ല. മഞ്ജുഷിന് ഗസയിൽ എത്ര മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് അറിയോ? 23 ലക്ഷം ആളുകൾ ഇപ്പൊ ഏറ്റവും പുതിയ 2024 കണക്ക് പ്രകാരം ജീവിച്ചിരിക്കുന്നുണ്ട്. 2024 കണക്ക് പ്രകാരം 24 ലക്ഷത്തോളം ആളുകളുണ്ട്. ചെറിയൊരു പ്രദേശം. ആ ചെറിയ പ്രദേശത്ത് നിങ്ങൾ ഇന്ന് പ്രകടനം നടത്തിയ ആളുകളുടെ എണ്ണം നിങ്ങൾ പറയുന്നത് അതൊന്നും എണ്ണം കൃത്യമായിക്കോണമെന്നില്ല, 1000-ഓ 1000-ൽ താഴെയോ ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, എന്റെ മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ അവിടെ 2007 വരെ ഭരിച്ചിരുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ കീഴ്പ്പെടുത്തിയാണ്, എങ്ങനെയോ അവരെ കീഴ്പ്പെടുത്തിയാണ് ഹമാസ് അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം പലസ്തീൻ എന്ന ഈ രാജ്യം ഇപ്പൊ ഭരിക്കുന്നത് ഹമാസാണ്. ആ രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ രാജ്യത്തിന്റെ താല്പര്യമാണ്. ആ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പമാണ് നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ. പക്ഷെ ഇവിടെ കൗതുകകരവും സങ്കടകരവുമായ കാര്യം, ഞങ്ങളൊക്കെ എല്ലാ മനുഷ്യരും, നല്ല മനുഷ്യരും, മനസാക്ഷിയുള്ള ലോകത്തിലെ മുഴുവൻ മനുഷ്യരും അവിടെ ഇസ്രായേലിലെ നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ലോകത്ത് ഏത് സ്ഥലത്ത്, ഇപ്പോ ഏറ്റവും ഒടുവിൽ നാഗ്പൂരിൽ, ഇവിടെ മഹാരാഷ്ട്രയിൽ നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ കൊന്നപ്പോഴും എല്ലാ മനുഷ്യർക്കും അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തെരഞ്ഞു പിടിച്ച്, അതായത് 50,000 ആളുകൾ കൊല്ലപ്പെട്ടാൽ അത് പ്രശ്നമില്ല, 17,000 കുട്ടികൾ കൊല്ലപ്പെട്ടാൽ അത് തിരിച്ചടിയാണ്, സ്വാഭാവികമല്ലേ? ഇങ്ങനെ നിങ്ങളൊക്കെ മനുഷ്യരുടെ കൂട്ടത്തിലാണോ? നമ്മളൊക്കെ പറയുന്നു, മതം നോക്കണ്ട, രാഷ്ട്രം നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിരപരാധികളായിട്ടുള്ള, ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട പിഞ്ചു കുട്ടികളെ, വൃദ്ധരായ മനുഷ്യരെ, ഗർഭിണികളായി ആശുപത്രിയിൽ ഇവരെ കൊലപ്പെടുത്തിയിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നരനായാട്ടിനെതിരെ, തോന്നിവാസത്തിനെതിരെ ഒരക്ഷരം പറയാൻ നിങ്ങൾ ആരുമില്ല. ഞങ്ങൾ പറയുന്നു, ഇസ്രായേൽ രാജ്യത്തിനകത്താണെങ്കിൽ പോലും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്താ നിങ്ങൾ തിരിച്ചു പറയുന്നത്? എന്റെ മുമ്പ് സംസാരിച്ച സജി എന്താ പറഞ്ഞത്? അത് സ്വാഭാവികമല്ലേ? അത് തിരിച്ചാക്രമിക്കുമ്പോൾ എത്ര ആളുകളുടെ എണ്ണം നമുക്ക് എടുക്കാൻ കഴിയോ? അത് ഇവര് ചെറുത് കൊടുക്കുമ്പോൾ ആലോചിക്കണ്ടേ? നിങ്ങൾ നോക്ക്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ PLO അവിടെ ഭരിക്കുന്ന സമയത്ത് അതിനെതിരെ ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്നത് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ്. അതിന്റെ ഉദാഹരണം ഞാൻ ഇത്ര ശക്തമായി പറയാൻ കാരണം, അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾക്ക് പിന്നിൽ, വിമതരെ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ, ഉസാമ ബിൻ ലാദനെ പോലെയുള്ള തീവ്രവാദികളെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കയാണ് എന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചതാണല്ലോ. അതിന്റെയൊക്കെ കൃത്യമായ തെളിവുകൾ നമ്മൾ എടുത്തു. ഇപ്പൊ മുല്ലപ്പൂ വിപ്ലവം പേരുകൊണ്ട് വളരെ മനോഹരമാണ്. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ ആരായിരുന്നു? ആ രാഷ്ട്രങ്ങളെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു മുല്ലപ്പൂ വിപ്ലവം. അതിപ്പോ ബോധ്യമായല്ലോ. ഓരോ രാജ്യവും അവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കി, അവിടെ കലാപമുണ്ടാക്കി, 2 വിഭാഗത്തിനും ആയുധം നൽകി, ആ ആയുധ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി, എന്നിട്ട് കൈയടിച്ച് ചിരിക്കുന്ന ഒരു വർഗമാണ് ഈ ഭീകരവാദികൾ. അപ്പൊ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഭീകരവാദികൾ ആരാണ്? അമേരിക്കയും ഇസ്രായേലും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പാനലിസ്റ്റുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹ പാനലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ള ആളുകളല്ലേ? ഞാൻ പറയുന്നു, സത്യസന്ധമായി പറയുന്നു, ഈ ലോകത്ത് എവിടെയെങ്കിലും നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യരെ കൊന്നാൽ ആ കൊന്നവൻ കുറ്റവാളിയാണ്. അയാളെ മാതൃകാപരമായി ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കണം. ഇവിടെ നേരെ മറിച്ച് അമേരിക്ക എന്താ ചെയ്യുന്നത്? ഐക്യരാഷ്ട്രസഭയിൽ നിരന്തരമായി ഇസ്രായേലിന്റെ പ്രമേയം വരുമ്പോൾ ആ പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നു. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെയുള്ള ആളുകൾ തയ്യാറാവുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശരിക്കും കുറ്റകൃത്യമാണ്. നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. ഹമാസിനെതിരെയാണ് അവിടെ പ്രതിഷേധം നടന്നത്. പക്ഷേ അത് ഈ പലസ്തീൻ ജനതയുടെ, ഗാസയിലെ ജനങ്ങളുടെ നേരിയ ഒരു അംശം മാത്രമാണ് എന്നാണ്. അതിനെ ഹമാസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റായിട്ട് വലിയ തരത്തിൽ ഹമാസിനെ തള്ളിപ്പറയുകയാണ് ഗാസയിലെ ജനത എന്ന് വരുത്തി തീർക്കുന്നു എന്നാണ്. നോക്കൂ, ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹം മതത്തിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് ശ്രീ ഷാക്കിർ ഇവിടെ സംസാരിച്ചത്. ഞാൻ ശ്രീ ഷാക്കിറിനോട് അഭ്യർത്ഥിക്കുന്നത്, BBC അവിടെയുള്ള ആൾക്കാരെ നേരിട്ട് കണ്ട്, ഈ പ്രതിഷേധക്കാരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിച്ചതിന് ശേഷം അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്.
BBC ആ റിപ്പോർട്ടിൽ ഒരു വ്യക്തി BBC റിപ്പോർട്ടറോട് പറയുന്നത് ഇങ്ങനെയാണ്, ഡൗൺ വിത്ത് ഹമാസ് ഇന്നത്തെ പ്രതിഷേധത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ല ശ്രീജിത്ത്, ഇന്നത്തെ പ്രതിഷേധത്തെ കുറിച്ചാണോ? അതെ, പ്രതിഷേധത്തെ കുറിച്ചാണ്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം പറയുകയാണ്, ആ ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്റെ അവസരം ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായതല്ല തോന്നുന്നുണ്ട്. അല്ല ആണ്, പക്ഷെ നിങ്ങൾ ഞാൻ പറയാത്തത് പറയുമല്ലോ. അല്ല ഞാൻ പറയാത്തത് പറയരുത്. ശേഷം അങ്ങേക്ക് പറയാമല്ലോ, ആൾക്കാരിലേക്ക് കാര്യമില്ലല്ലോ. നോക്കൂ, ഒന്ന്, രണ്ട്, ഡൗൺ വിത്ത് മുസ്ലിം ബ്രദർഹുഡ് റൂൾ. മുസ്ലിം ബ്രദർഹുഡ് റൂൾ എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാരാണ്. പിന്നെ മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ഹമാസ് ബെറ്റിംഗ് ഓൺ? ഹമാസ് എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ദേ ആർ ബെറ്റിംഗ് ഓൺ അവർ ബ്ലഡ്. ഞങ്ങളുടെ രക്തം വെച്ചിട്ടാണ് അവർ വിലപേശുന്നത്. ബ്ലഡ് ദാറ്റ് ദ ഹോൾ വേൾഡ് സീസ് as just numbers. ലോകം മുഴുവൻ ഞങ്ങളുടെ ഈ രക്തത്തിനെ കേവലം ഈ സംഖ്യകളായിട്ടാണ് കാണുന്നത്. ഈവൻ ഹമാസ് കൗണ്ട്സ് as numbers. ഹമാസും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസിന് ഇവരുടെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നാണ് ജനത പറയുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ലെറ്റ് us tend to our wounds. നിങ്ങൾ ഇറങ്ങുക, അതിനുശേഷം ഞങ്ങളുടെ ഈ മുറിവ് പരിചരിക്കുന്നതിന് ഞങ്ങളെ അനുവദിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരാണ്. വി റെഫ്യൂസ് ടു ഡൈ ഫോർ എനിവൺ. ഞങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട്, കൊല്ലപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഫോർ എനി പാർട്ടീസ് അജണ്ട ഓർ ദി ഇൻട്രസ്റ്റ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ്സ്. വിദേശികളുടെ താല്പര്യത്തിനോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അജണ്ടയ്ക്കോ വേണ്ടി ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് വയ്യ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ബാസിം നഈം എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഹമാസിന്റെ വലിയ ആളാണ്. അദ്ദേഹം മറ്റേ ഹാനിയ ഗവൺമെന്റിലൊക്കെ തന്നെ മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. പക്ഷേ ചങ്ങാതി സുഖമായിട്ട് കഴിയുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇസ്താംബുളിലാണ്, ടർക്കിയിലിരിക്കുകയാണ്. അല്ലാതെ ഈ ഗാസയിൽ വന്ന് കിടക്കുന്ന ആളല്ല. ഈ പുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് മുഴുവനും ഞങ്ങൾക്കെതിരെയല്ല, മറിച്ച് ഇസ്രായേലിനെതിരെയാണെന്ന്. ആ ഒരു പ്രസ്താവന ഇല്ലായിരുന്നുവെങ്കിൽ ശ്രീ സജിമോൻ പറഞ്ഞിരിക്കുന്ന ഒരു വാദം നമുക്കൊരു വാദത്തിന് വേണ്ടിയിട്ട് എടുത്താൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്തുകൊണ്ട് ഹമാസ് തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഓർക്കസ്ട്രേറ്റ് ചെയ്യണം? മഞ്ജുഷ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവിടെയുള്ള സാധാരണക്കാർ പറയുകയാണ്, ഞങ്ങൾ ഹമാസിനൊപ്പമല്ല, ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വീഴുന്ന ഓരോ ബോംബും, അവിടേക്ക് പതിക്കുന്ന ഓരോ മിസൈലും ഇസ്രായേലിനെ കൂടുതൽ കളങ്കപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഇവർ വേണമെങ്കിൽ സ്വയമായിട്ട് ഹമാസ് തന്നെ ആൾക്കാരെ കൊണ്ട് ഹമാസിനെതിരെ പ്രൊട്ടസ്റ്റിന് നടത്തിയാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചില്ലേ? എന്താണ് ലോജിക്ക് എന്ന് ചോദിച്ചില്ലേ? അതിൽ ഈ ഒരു ലോജിക്കുണ്ട്. കാരണം ഈ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ, ഗാസയിലുള്ള ജനങ്ങൾ മുഴുവൻ ഹമാസിനെതിരാണ്. പിന്നെ അവരെ വീണ്ടും ഈ രീതിയിലത്തേക്കുള്ള അനീതിക്ക് പാത്രമാക്കണമോ എന്നുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചോദ്യം. ശരി ശരി, ഷാക്കിർ എന്താണ് പറയാനുള്ള ഒരു അവസരം മറുപടി കൊണ്ട് അവസാനിപ്പിക്കാം. ഷാക്കിർ എന്താണ് പറയാൻ? അല്ല, അതായത് നേരത്തെ സജി പറഞ്ഞതുപോലെ ആ ഫലസ്തീൻ എന്ന രാജ്യത്ത് ഹമാസ് എന്ന ഒരു സംഘടന മാത്രമല്ലേ ഉള്ളത്. ഭരണം അവരുടെ കയ്യിലാണെന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിപക്ഷമാണോ അല്ല മറ്റുള്ള ആളുകളോ പ്രതിഷേധമോ മറ്റോ അവരുടെ ശബ്ദങ്ങളോ ഉയർത്തില്ലേ? അവിടെ നിങ്ങൾ കാണേണ്ടത് എന്ത് ചെയ്താലും ഹമാസിന്റെ പെരടിയിൽ വെച്ച് കിട്ടുന്നു. ഹമാസ് എന്ന സംഘടനയെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനോ ആ രാജ്യം ഭരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് പിന്നെ നിങ്ങൾ അമേരിക്ക ഇസ്രായേലിനെയും ചൂട്ടുപിടിക്കുക കൊടുക്കല്ലേ? ഹമാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു താങ്കൾ പറയുന്നു. ശരി, സജിമോൻ എന്താണ്? എനിക്ക് അപ്പൊ അതിനെ ഒന്ന് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 50,000 ആൾക്കാർ അത് എവിടെ മരിച്ചാലും, അമേരിക്കയിൽ മരിച്ചാലും ഇന്ത്യയിൽ മരിച്ചാലും ഒരിടത്തും മരിക്കരുത് എന്നാണ് അതിനെ അപലപിക്കുന്നു. അതിനകത്ത് ഒരു സംശയവും ഇല്ല അതിനകത്ത്. എന്നാൽ ഞാൻ എന്റെ റീസൺസ് പറയായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണസംഖ്യ അവിടെ കൂടുന്നത് എന്നതിന്റെ കാരണം ആ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ്. ജനസാന്ദ്രതയുള്ള ഏരിയയാണ്. അവർ ഹോസ്പിറ്റലും സ്കൂളുകളും ഒക്കെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അത് കൊല്ലപ്പെടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ശരി ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചോദ്യം ഇതായിരുന്നു, ഹമാസിനെ തള്ളിപ്പറഞ്ഞുള്ള പലസ്തീൻകാരുടെ പ്രകടനം ശരിയോ? ശരിയാണെന്ന് 85% പ്രേക്ഷകർ. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.